ഹായ് ഫ്രണ്ട്സ് ടൊരട്ട് പോവാ ടൈറ്റിലൊക്കെ മനസ്സിലായില്ലേ. ഹീറോ കൊറിയൻ ഗേൾ മിയ. അതെ, ഹീറോയ്ക്ക് നല്ല ക്യൂട്ട് ഗേളാണ്. പി ടി എസ് മെമ്പർ ഒത്തിരി ഇഷ്ടമാണ് ഹീറോയ്ക്ക്. മിയക്ക് പി ടി എസ് മെമ്പർ വന്ന ഒരു ഡ്രീം ബോയ്സ് അവർ 7 പേർ വന്ന ഹീറോയ്ക്ക് അവരുടെ മേലെ കണ്ണ്, അത് മാത്രമല്ല ലവ്. അതെ, 7 പേർ അവൾ ഒരുമാതിരിയാണ് നോക്കുക, ഒരുമാതിരിയാണ് അവർ 7 പേർ പറഞ്ഞ ഹീറോയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഹീറോയി പറഞ്ഞ സിമ്പിൾ ഗേൾ അല്ല, റിച്ച് ഗേൾ. റിച്ച് പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡി ഒരു ബിസിനസ് മാൻ, നമ്പർ 1 ബിസിനസ് മാൻ. അങ്ങനെ ഹീറോയിൻ്റെ ഡാഡി അവർക്കുള്ള പി ടി എസ് മെമ്പർക്ക് ഇങ്ങനെ കോൺസെർട്ടിക്ക് അതെല്ലാം മണിയെല്ലാം കൊടുക്കും അവരുടെ കമ്പനിക്ക്. പിന്നെ ഹീറോയ്ക്ക് അവരെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഹീറോയ്ക്ക് അവരെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. പിന്നെ ഹീറോയിൻ്റെ അച്ഛന് പറഞ്ഞു, ശരി ഓക്കെ മിയ, എന്ത് പറ്റിയ ഡാഡ്? ശരി മിയ, നിനക്ക് അവരെ കാണാൻ ആഗ്രഹം ഉണ്ടല്ലേ? അതെ ഡാഡ്. ശരി മിയ, നീ കോളേജിൽ നല്ല ടോപ്പാണ്. ഇപ്പം നീ സെക്കൻഡ് ഇയർ പഠിക്കണം, പിന്നെ തേർഡ് ഇയർ നന്നായിട്ട് പഠിക്കണം. ഡാഡിൻ്റെ ബിസിനസ് നോക്കണം മിയ, പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലേ? ശരി ഡാഡ്, ബിസിനസ്സെല്ലാം നോക്കുന്നു. ശരി എന്നെ മിയ സാഡായിട്ട് പറയാൻ തുടങ്ങി. എൻ്റെ മിയക്ക് എന്ത് പറ്റി? മിയ പറയാൻ തുടങ്ങി, ഡാഡ് എനിക്ക് ഒരിക്കൽ അവരെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട് ഡാഡ്, എനിക്ക് കാണാൻ പറ്റില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്യാം, എനിക്ക് കോളേജിൽ ഭയങ്കര എക്സാം വയ്ക്കാം, ഇല്ല എനിക്ക് ട്രിപ്പ് അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല ഡാഡ് ഓൾറെഡി ഡാഡ് എന്നിട്ട് പറയുന്നു. അതെ, ഹീറോയ്ക്ക് ഡാഡിക്ക് പറഞ്ഞ് കുറച്ച് എതിരിയലുണ്ടോ ഹീറോ എവിടേക്ക് പോകുമ്പോൾ. പിന്നെ അവർ കാണാൻ പോകുമ്പോൾ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യാനുള്ള പ്ലാനായി ചെയ്യാമായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി നിറയെ റിച്ചാണ്, ഇവരെ കൊണ്ട് പണം എടുക്കാൻ വേണ്ടി ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്യാൻ കുറേ ട്രൈ ചെയ്തത്. ഹീറോയി പി ടി എസ് കാണാൻ ആഗ്രഹത്തിൽ പോയ കുറേ ബോഡി കൊണ്ട്, അതുകൊണ്ട് ഹീറോയ്ക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ ഹീറോയിൻ ഭയങ്കര സാഡായിരുന്നു. ഒരു ദിവസം ഹീറോയിൻ നല്ല സാഡായിട്ട് ഫ്രണ്ടോട് സംസാരിക്കാൻ വേറെ ഗെറ്റപ്പ് ഇട്ടിട്ട് ഹീറോയിൻ വന്നായിരുന്നു, ഒരു ബോയ് ഗെറ്റപ്പ്. അതുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല, നന്നായിട്ട് കാണാൻ പറ്റില്ലായിരുന്നു. ഹീറോയിൻ പറയുന്നതാണ്, മച്ചി എനിക്കിപ്പോൾ എന്തോ ചെയ്യാൻ അറിയില്ല എന്നിട്ട് സാഡായിട്ട് പറയാൻ തുടങ്ങി. ഫ്രണ്ട് ശരിക്കറിയോ, മച്ചി ഇങ്ങനെ ടെൻഷനായി എന്താ ചെയ്യുക? എടീ ഒരു കാര്യം പറയാം. എന്നിട്ട് മിയാനോട് മിയ എന്തിത് മിയാനോട് ഒരു ഐഡിയ പറഞ്ഞു. മിയക്ക് വാവ്, എന്ത് അവിടേക്ക് വരാൻ പോവാം, ഇന്നവർക്ക് 7 പേർക്ക് ഇൻ്റർവ്യൂ അതെന്ന് ഇങ്ങനെയായിട്ട് അവർ വരാൻ പോകുന്നു. അതെ, ഹോട്ടലിലേക്ക് വരാൻ പോവാം. നിൻ്റെ ഡാഡിന് ഹോട്ടലല്ലേ? അതെ, ഡാഡി പറഞ്ഞു 7 പേര് വരാം, അവർ ഒരു ഐഡൽ ഒരു ആക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടേ. ശരിടി, അവരാ വരാൻ പോകുന്നത്. നിനക്കവിടെ അതാണ് മുകളിൽ റൂം, നീ 8 റൂമല്ല അവിടെ ഉള്ളത്? 8 റൂമല്ലടി, ടോട്ടൽ 10 റൂമുണ്ട്. ശരി ഓക്കെ, 8 ഓൾറെഡി റൂമുണ്ടല്ലേ? അതേ മച്ച് ഓൾറെഡി റൂം ഉണ്ടടി. ടോപ്പ് ആര് റൂം? ടോപ്പ് അതിനകത്ത് ടോപ്പ് എൻ്റെ റൂം. ശരിടി, എനിക്ക് 2 റൂമുണ്ടല്ലേ? അതേ മച്ച് എനിക്ക് 2 റൂമുണ്ട്. ഇത് ടോപ്പ് എൻ്റെ സീക്രട്ട് റൂം, താഴെ എൻ്റെ റൂം കൂടി. എന്നിട്ട് ഫ്രണ്ടിനോട് പറഞ്ഞു, ശരി ഓക്കെ നമുക്ക് പോവാം എന്ന് പറഞ്ഞായിരുന്നു. ശരി ഓക്കെ, ഹീറോ ഹോട്ടലിലേക്ക് വന്നായിരുന്നു. ഹോട്ടലിൽ വന്നിരുന്നു. ഓക്കെ മാം നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഹീറോയിൻ്റെ നോക്കുമ്പോൾ ഹീറോയിൻ്റെ ഫസ്റ്റ് ഉള്ളത് എന്ന് പറഞ്ഞ് ഹീറോയിൻ അവിടുന്ന് റൂമിൻ്റെ അകത്ത് പോയി. അങ്ങനെ 7 പേർ ഹോട്ടലിലേക്ക് വന്നു. ഹോട്ടലിൽ വന്ന് അവർ ഇരുന്നു. എന്തടാ അറും, ഇത് ടോട്ടൽ 8 റൂമുണ്ടല്ലോടാ? അതെ അതെ. അങ്ങനെ അവിടെ മാനേജർ കേട്ടോ, മാനേജർ റൂം തട്ടി. അങ്ങനെ ഹീറോയിൻ അവിടുന്ന് ഉറക്കത്തിലടിച്ച ഹീറോയിൻ വന്നു. മാനേജർ കേട്ടു, മാം നിങ്ങൾ ഓക്കെ. അങ്ങനെ അടുത്ത മാനേജർ പറഞ്ഞു, ഈ റൂം നമുക്ക് പ്രൈവറ്റ് വേണം. പ്രൈവറ്റ് സാർ, ഇത് ഈ കമ്പനി ഈ ഹോട്ടലിൻ്റെ സിഇഒൻ്റെ മോളാണ് പറഞ്ഞത്, ഇവർ കുറച്ച് ഇവിടേക്ക് ജോലിക്ക് വന്നതാണ് എന്ന് പറഞ്ഞു. മാഡം നിങ്ങളൊരു കാര്യം പറയാം, നിങ്ങൾ പി ടി എസ് മെമ്പർ കണ്ടാൽ പറയാൻ പാടില്ല എന്ന്, കുറേ കണ്ടാൽ പറയാൻ പാടില്ല എന്ന് പറഞ്ഞാണ്. സാർ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് അങ്ങനെ ഒന്നും ഇൻട്രസ്റ്റ് ഒന്നുമില്ല എന്ന് ഹീറോയിൻ എടുത്തിട്ട് കണ്ടക്കാതെ പോയി. ഞാൻ ഹാറ്ററല്ല ഒന്നുമില്ല സാർ, എനിക്കിപ്പോൾ ഞാൻ പോവാം സാർ എന്ന് പറഞ്ഞ ഹീറോയിൻ കണ്ടക്കാതെ പോയി. ഇത് ജിന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ജിന്ന് പറയുന്നതാണ്, ഹീറോയിൻ ഇങ്ങനെ അകത്ത് പോകുമ്പോൾ ജിന്ന് പറയുന്നതാണ്, കാരണം ഇവിടെ ആർമിയാണോ അങ്ങനെയൊക്കെ പറയുന്നത് സംസാരിക്കാറ്. ഹീറോയിൻ അകത്ത് പോയി ഹീറോയിൻ ചിങ്ക് ചക്ക ഡാൻസ് കളിക്കായിരുന്നു. ആർമി വെച്ച് ഡോൾ വെച്ച് ഈ ഫോട്ടോയിലാണ്ട അത് വെച്ച് ചിക്ക ചക്ക എന്ന് തിന്നാൻ തുടങ്ങി. ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു. അത് സൗണ്ട് പ്രൂഫ് റൂം. അങ്ങനെയായിട്ട് എന്ത് സംഭവിക്കുന്ന ഹീറോയ്ക്ക് അറിയില്ല. ഹീറോയിൻ ജോലിയായിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് നല്ല ക്യൂട്ട് വൈറ്റ് ഡ്രസ്, അതിനായിട്ട് നല്ല വൈറ്റായിട്ട് ക്യൂട്ട് ഡ്രസ്സ് ഇട്ട് ഹീറോയിൻ വെളിയിൽ വന്നു. ജോലി എല്ലാം ഇട്ടിട്ട് മുത്തുള്ള ഒരു മാല, ഒരു ഫോൺ, ഒരു ബാഗ്.
അങ്ങനെയായിട്ട് ഒരു കരടി വൈറ്റ് കരടി അങ്ങനെ വെളിയിൽ വന്ന് ഹെയർ ഇങ്ങനെല്ലാം ചെയ്ത് വന്നു ഹീറോയിൻ. അങ്ങനെ കോളേജിൽ പോകാൻ വേണ്ടിയിട്ട് ഹീറോയിൻ വന്നു, റെഡി ആയിട്ട് വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോയിൻ ഫോൺ സംസാരിച്ച് വരാൻ തുടങ്ങി. മച്ചേ ഞാൻ വന്നുടി, നീ എവിടെയുള്ളത്, നീ അവിടെ പാർക്കിലെവിടെ ഇരുന്നു, ഞാൻ വരാം എന്ന് സംസാരിച്ച് ഹീറോയിൻ വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോഴവിടെ ജിന്നുണ്ടായി. ജിന്നിടിച്ചു. ജിൻ പിടിച്ചു ഹീറോയിനെ. ജിന്നി പിടിച്ചു ഹീറോയെ ബിയാൻ പോകുമ്പോൾ ജിന്നി പിടിച്ചു. ഹീറോ എത്തിയിട്ട് ജിന്നുണ്ടായിട്ട് താഴെ ബിയാൻ പോകുമ്പോൾ ജിന്നി പിടിച്ചു ഹീറോയിനെ നോക്കാൻ തുടങ്ങി. സോറി സാർ എന്ന് അവിടെ നിന്ന് പറഞ്ഞു ഒറ്റ ഓട്ടം ഓടിപ്പോയി. ഹാർട്ട് ബീറ്റ് എനിക്ക് റൈസ് ആവുന്നല്ലോ. അയ്യോ ഇവരുണ്ട് അവിടത്തോളം എനിക്ക് എന്ത് സംഭവിക്കൂ അയ്യോ എന്ന് പറഞ്ഞ ഹീറോ ഒറ്റ ഓട്ടം ഓടിപ്പോയി. ജിന്നു നോക്കാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെ അവിടെ അതന്നെ അവിടെ ജനറൽ റൂമിൻ്റെ അകത്ത് വന്ന് ഹീറോയി പോകുന്നത് നോക്കാൻ തുടങ്ങി. അങ്ങനെ താഴെ നോക്കുമ്പോൾ ഹീറോയി വന്നു കാറിൽ. അങ്ങനെ കാർ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കാറിൽ അവിടെ കുറച്ച് അപ്പുറം കാർ ഉണ്ടായിരുന്നു. ആ കാറിൽ ഹീറോയി കയറി. ഇങ്ങനെ കാറിൽ കയറിയിട്ട് ഹീറോയി പോകുന്നു. ജിന്നിരിക്കുന്നുണ്ടെങ്കിൽ ഇവള് ജിന്നു ഹാർട്ട് കഴിയാതെ എനിക്കെന്തോ മാതിരി ഫീലാവുന്നു. ജിന്നു ആൾച്ചൊക്കെ തുടങ്ങി. ശരി ഓക്കെ എന്ന് പറഞ്ഞ് ജിന്നു പോയി. ഹീറോയിൻ കോളേജ് കളിക്ക് ലേറ്റായി വന്നു. മച്ച് എന്നെ സംസാരിച്ച് വരായിരുന്നു. ഇങ്ങനെ സംസാരിച്ചിട്ട് ഓക്കെ ഫുഡ് അതെല്ലാം സാധനം ഹീറോയിൻ എടുത്തുകൊണ്ട് വരാൻ തുടങ്ങിയായിരുന്നു. കുറച്ച് ഫുഡ് ഇതിനായിട്ട് കുറച്ച് ഡ്രസ്സ് ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നായിരുന്നു കോളേജ് കഴിഞ്ഞിട്ട് വന്നിട്ട്. അതുമാത്രമല്ല അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഫ്രണ്ട് കൂടെ ജോലിയായിട്ട് സംസാരിച്ച് വരാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വരാൻ തുടങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് അവരോട് പറഞ്ഞു എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ അവിടുത്തെ ഒരു മാനേജർ പറഞ്ഞു അവർക്കൊരു മാനേജർ എൻ്റെ ഒരു ഫ്രണ്ട് ഒരേ ഫ്രണ്ട് വരും സാർ, അവൾ വന്ന് ഇവിടെ നിന്ന് പോകും, എനിക്ക് ഒറ്റക്കാണല്ലോ സാർ. അങ്ങനെയായിട്ട് ഹീറോയി പറഞ്ഞായിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുന്നു. ആ ഫ്രണ്ട് പറയാലോ എന്ന് പറഞ്ഞായിരുന്നു. ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു എടി നമുക്ക് പോവാം അവിടെ ഇങ്ങനെയായിട്ട് പാർക്ക് പോവാം ബീച്ച് പോവാന്ന് ഹീറോയിൻ ഫ്രണ്ട് പറയായിരുന്നു. പാർക്ക് ബീച്ച് എന്നിട്ട് പാർക്ക് ബീച്ച് എന്ന് പറയാം. അങ്ങനെയായിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ട് കോമഡി ആയിട്ടായിരുന്നു. ഹീറോയിൻ മണ്ട് കിടത്തി പറഞ്ഞേക്ക് റോസി ഇങ്ങനെ ടെൻഷൻ ആക്കണ്ട എന്ന് പറഞ്ഞ മിയ. എന്താ മിയ വീടെല്ലാം മിയായെ പോയി